ഹായ് മക്കളെ, നമ്മുടെ പ്ലസ് ടു എക്സാം ഇതാ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയെന്നറിയാം. എന്നിരുന്നാൽ കൂടിയും ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് അനുസരിച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന എക്സാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്റർ നമുക്ക് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഓരോ ചാപ്റ്ററിലും കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം എത്ര മാർക്കിനാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. മാത്രമല്ല ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിൽ നമ്മുടെ മോഡൽ എക്സാമിനും അതേപോലെ തന്നെ മാർച്ച് എക്സാമിനും അതേപോലെ തന്നെ സേ എക്സാമിനും എത്രയൊക്കെ മാർക്കിനാണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. മോഡൽ എക്സാമിന് ആ ചാപ്റ്ററിൽ നിന്നും 9 മാർക്കിനും അതേപോലെ തന്നെ മാർച്ച് എക്സാമിന് 8 മാർക്കിനും സേ എക്സാമിന് 8 മാർക്കിനുമാണ് ആ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാം ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഏകദേശം നമുക്ക് ഒരു 8 മാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത്, നോക്കിയിട്ട് പോകേണ്ടത്? ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോസസ് തിയറം തന്നെയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും വെയിറ്റേജ് കൂടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോസസ് തിയറും അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ ഇലക്ട്രിക് ഡൈപോളും ആ ഇലക്ട്രിക് ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട ആക്സിയലും ഇക്വറ്റോറിയം ആ രണ്ട് ഡെറിവേഷൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ നോക്കിയിട്ട് പോവുക. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ മോഡൽ എക്സാമിന് 8 മാർക്കിനും മാർച്ച് എക്സാമിന് 8 മാർക്കിനും അതേപോലെ തന്നെ സേ എക്സാമിന് 8 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ വെയിറ്റേജ് ഏകദേശം 8 മാർക്കിനോളം ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും. ഈ ചാപ്റ്റർ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് നോക്കിയിട്ട് പോകേണ്ടത് നമുക്കറിയാവുന്നതാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും കപ്പാസിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ കപ്പാസിറ്ററിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കപ്പാസിറ്റർ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനും അതേപോലെ തന്നെ നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. മോഡൽ എക്സാമിന് 6 മാർക്കിനും അതേപോലെ തന്നെ മാർച്ച് എക്സാമിന് 6 മാർക്കിനും സേ എക്സാമിന് 7 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാം ഏകദേശം നമുക്കൊരു 6 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്നത്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടത് ഒരൊറ്റ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വീസ്റ്റേൺ ബ്രിഡ്ജ് അല്ലേ. ക്രിച്ചോഫിൻ്റെ 2 റൂളും വീസ്റ്റേൺ ബ്രിഡ്ജ് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓംസ് ലോയും ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി നമുക്ക് നാലാമത്തെ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കാം. മോഡൽ എക്സാമിന് 8 മാർക്കിനും അതേപോലെ തന്നെ മാർച്ച് എക്സാമിന് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സേ എക്സാമിന് 8 മാർക്കാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ചാപ്റ്ററിൽ നമുക്കൊരു ഏകദേശം ഒരു 9 മാർക്കിനോളം അടുത്ത ഈ ഒരു വർഷം ഈ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് 9 മാർക്കിനോളം ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ടത് എന്താണ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എപ്പോഴും 5 മാർക്കിന് സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ബയോട്ട് സവാർട്ട് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻ, സർക്കുലർ ലൂപ്പ് അതിൻ്റെ ആക്സിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററും അതിൻ്റെ കൺവേർഷനും നമുക്കറിയാം വോൾട്ടിമീറ്ററും അമ്മീറ്ററുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ നോക്കിയിട്ട് പോവുക. ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 5ാമത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമുക്ക് നോക്കാം. മോഡൽ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 മാർക്കിനാണ് ചോദിച്ചത്. അതേപോലെ തന്നെ മാർച്ച് എക്സാമിന് 5 മാർക്കിനും സേ എക്സാമിനും 5 മാർക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് 5 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുന്നത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസവും അതേപോലെ തന്നെ മാഗ്നറ്റിക് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഫെറോ മാഗ്നറ്റും പാരാമാഗ്നറ്റും ഡയാമാഗ്നറ്റിൻ്റെയും പ്രോപ്പർട്ടിയും എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, EMA ആണ്. ഈ ചാപ്റ്ററിൽ ഓരോ എക്സാമിന് ചോദിച്ച മാർക്ക് നമുക്ക് നോക്കാം. മോഡൽ എക്സാം നോക്കുകയാണെങ്കിൽ 5 മാർക്കാണ്. അതേപോലെ മാർച്ച് എക്സാമിനും 5 മാർക്കാണ്. സേ എക്സാമിനും 5 മാർക്കാണ്. അതിന് വളരെ വ്യക്തമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 5 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത് ഈ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് AC ജനറേറ്ററുമാണ്. ആ AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ എൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിച്ചിട്ട് പോവുക. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 7ാമത്തെ ചാപ്റ്ററാണ്. 7ാം ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമുക്ക് മാർച്ച് മോഡൽ ചോദിച്ചിരിക്കുന്നത് 7 മാർക്കാണ്. അതേപോലെ തന്നെ മാർച്ച് എക്സാമിനും നമുക്ക് 7 മാർക്കാണ്. സേ എക്സാമിനും 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര മാർക്കായിരിക്കും മക്കളെ, 7 മാർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് നോക്കിയിട്ട് പോകേണ്ടത്? ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കിയിട്ട് പോകുന്നത് ട്രാൻസ്ഫോമർ തന്നെയാണ്. അതേപോലെ തന്നെ LCR സർക്യൂട്ടും L-ഉം C-ഉം നിങ്ങൾ സെപ്പറേറ്റ് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വേണം പോകാൻ. പിന്നെ റെസൊണൻസും നോക്കിയിട്ട് പോവുക. ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 8ാമത്തെ ചാപ്റ്ററാണ്. 8ാം ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച മാർക്ക് നമുക്ക് നോക്കാം.
ഫസ്റ്റ് നമുക്ക് മോഡൽ എക്സാം നോക്കുകയാണെങ്കിൽ 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. മാർച്ച് എക്സാമിന് 2 മാർക്കിനും അതേപോലെ തന്നെ സേ എക്സാമിന് 3 മാർക്കിനുമാണ്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമുക്ക് ഒരു 2 മാർക്കാണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ആയിട്ട് നമുക്ക് ഈ വർഷം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ്. അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയിട്ട് പോവുക. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം റേ ഒപ്റ്റിക്സ് ആണ്. നമ്മുടെ പ്ലസ് ടു ഫിസിക്സിലെ കൊലകൊമ്പൻ ചാപ്റ്ററാണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. റേ ഒപ്റ്റിക്സിന് മോഡൽ എക്സാമിന് 11 മാർക്കിനാണ്, മാർച്ച് എക്സാമിന് 9 മാർക്കും സേ എക്സാമിന് 11 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഒരു 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ വർഷം പ്രതീക്ഷിക്കാം. 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളത് എന്താണ്? ഒന്നുമില്ല മക്കളെ, പ്രിസം തന്നെയാണ്. പ്രിസവും ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും അതേപോലെ തന്നെ നമ്മളുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാപ്റ്ററിൽ നോക്കിയിട്ട് പോവുക. ഇതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മോഡൽ എക്സാമിന് 5 മാർക്കിനും മാർച്ച് എക്സാമിന് 6 മാർക്കിനും സേ എക്സാമിന് 4 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമുക്കൊരു അപ്രോക്സിമേഷൻ ഒരു 5 മാർക്ക് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ലോ ഓഫ് റിഫ്ലക്ഷനും ലോ ഓഫ് റിഫ്രാക്ഷനും ഹൈഗൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഹൈഗൻ പ്രിൻസിപ്പിളും ഇത് എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക. പിന്നെ പോളറൈസേഷനും ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോവുക. പോളറൈസേഷൻ അത് നമുക്ക് പഠിക്കാനുള്ളത് മാലൂസ് ലോ ആണ്. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ 11ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ച മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്ന കാര്യം 3 മാർക്കാണ് മോഡൽ എക്സാമിന്, 2 മാർക്കാണ് നമ്മുടെ മാർച്ച് എക്സാമിന്, 4 മാർക്കാണ് നമ്മുടെ സേ എക്സാമിന് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടത് നമ്മുടെ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ തന്നെയാണ്. അതേപോലെ തന്നെ ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ആ ഗ്രാഫ് എല്ലാവരും എന്ത് ചെയ്യുക നോക്കിയിട്ട് പോവുക. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 12ാം ചാപ്റ്ററാണ്. ആറ്റമാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ മോഡൽ എക്സാമിന് 2 മാർക്കിനും നമ്മുടെ മാർച്ച് എക്സാമിന് 3 മാർക്കിനും സേ എക്സാമിന് 3 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമുക്കൊരു 3 മാർക്ക് കൊടുക്കാം. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് റുദർഫോർഡിൻ്റെ ആ എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ റേഡിയസിൻ്റെയും വെലോസിറ്റിയുടെയും എനർജിയുടെയും ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക നോക്കിയിട്ട് പോവുക. അതിനുശേഷം വരുന്ന നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററാണ് ന്യൂക്ലിയർ എന്ന് പറയുന്ന 13ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും നമ്മുടെ മോഡൽ എക്സാമിന് 3 മാർക്കിനും മാർച്ചിലെ എക്സാമിന് 3 മാർക്കിനും അതേപോലെ സേ എക്സാമിന് 3 മാർക്കിനാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജും എത്ര തന്നെയായിരിക്കും മക്കളെ? 3 മാർക്ക് തന്നെയായിരിക്കും. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിച്ചിട്ട് പോകേണ്ടത് എന്താണ്? നമ്മുടെ മാസ് ഡിഫക്റ്റ് തന്നെയാണ് പഠിച്ചിട്ട് പോകേണ്ടത്. മാസ് ഡിഫക്റ്റും ഐൻസ്റ്റീൻ്റെ ആ എനർജി റിലേഷൻ ഉണ്ടല്ലോ, ബൈൻഡിങ് എനർജിയായിട്ട് ബന്ധപ്പെട്ട അത് നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോവുക. അവസാനത്തെ ചാപ്റ്ററാണ് നമ്മുടെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് പറയുന്ന ചാപ്റ്റർ, 14ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡലിന് 3 മാർക്കിനാണ് ചോദിച്ചത്, മാർച്ചിൽ 4 മാർക്കിനാണ് ചോദിച്ചത്, അതേപോലെ തന്നെ സേ എക്സാമിനും 4 മാർക്കാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം 4 മാർക്കോളമാണ് നമുക്ക് ഈ വർഷം ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫുൾ വേവ് റെക്ടിഫയറും അതേപോലെ തന്നെ ഹാഫ് വേവ് റെക്ടിഫയറും ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ പി എൻ ജംഗ്ഷൻ, ആ പി എൻ ജംഗ്ഷൻ്റെ ഫോർമേഷനും അവിടെയുള്ള ഓരോ ടേമും ഡിഫ്യൂഷൻ, ഡ്രിഫ്റ്റ്, ഡിപ്ലീഷൻ റീജിയൻ, പൊട്ടൻഷ്യൽ ബാരിയർ, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അതും അതേപോലെ എനർജി ഡയഗ്രാം നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കുറച്ച് ദിവസം കൂടി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. എന്നാലും നിങ്ങൾ കുഴപ്പമില്ല. നിങ്ങൾ ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ കൂടിയും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. സൈലത്തിൻ്റെ ലൈവുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക. മാത്രമല്ല നമ്മളൊരു കിടിലൻ അടിപൊളി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്റ്റഡി പ്ലാനുമായിട്ട് സൈലം ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നോട്ട് വരികയാണ്. +1 നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സൈലത്തിന് കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ ഒന്നും അറിയാത്ത നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് +2 നിങ്ങൾ സൈലത്തിന് കൂടെ കൂടുകയാണെങ്കിൽ ഉറപ്പാണ് +1 ചരിത്രം നമ്മൾ ഇവിടെയും ആവർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ സൈലത്തിന് ട്രസ്റ്റ് ചെയ്ത് സൈലത്തിന് കൂടെ കൂടിക്കോ. അപ്പോൾ നമ്മുടെ ഒരു ലോഞ്ച് നമ്മുടെ 31-ാം തീയതി വരുന്നുണ്ട്. എല്ലാ മക്കളും ആ ലോഞ്ചിലുണ്ടായിരിക്കുക. ആ കിടിലൻ സ്റ്റഡി പ്ലാൻ അപ്പോൾ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലോഞ്ചിൽ കണ്ടുമുട്ടാം. ബൈ ബൈ.